ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞതോടുകൂടി അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പരിപാടി ഇവിടെ നടക്കുകയാണ്. വസന്തോത്സവം 2024-2025. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. ട്രിവാൻഡ്രം കനകക്കുന്നിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട്. സൂപ്പർ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ മുന്നിലായിട്ട് കാണുന്നത് ട്രിവാൻഡ്രം പാളയത്തുള്ള ക്രിസ്ത്യൻ ചർച്ചാണ്. ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നല്ല തിരക്കാണ് കേട്ടോ. പാളയത്തായാലും അപ്പോൾ ഏത് ഭാഗത്തായാലും ട്രിവാൻഡ്രം സിറ്റി ഫുള്ളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ലോക്കായിട്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. പാളയം ജുമാ മസ്ജിദും തൊട്ടപ്പുറത്തെ ക്ഷേത്രവും. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് CSI മറ്റീർ മെമ്മോറിയൽ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇവിടെ LMS കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഒരു പഴയ പള്ളിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ്, ഞാനിപ്പോൾ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ സൈഡിലേക്കാണ്. ഇവിടെ ഫുള്ള് ജനത്തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ആളാട്ടോ. മ്യൂസിയത്തിൻ്റെയും കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ആൾക്കാർ നിറഞ്ഞിരിക്കുക കേട്ടോ. ഫുള്ള് ലൈറ്റ് എന്ന് പറയാൻ വേണ്ടി വലിയ സെറ്റപ്പൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് കുറേ ലൈറ്റുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് എൻട്രി ഫീസ് ഉണ്ടാവാനാണ് ചാൻസ്. ഈ ഒരു ഭാഗത്ത് ഗാർഡൻ്റെ സൈഡിലും മൊത്തത്തിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇതിന് എൻട്രി ഫീസ് ഉണ്ടാവും, കാരണം അത്രയ്ക്കും നല്ല ലെവലിൽ ചെയ്തിരിക്കുകയാണ്. പുറത്ത് കാര്യമായിട്ടൊന്നും കാണാനുമില്ല. ഇതിനകത്തേക്ക് ആൾക്കാർ കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. എൻ്റെ പിന്നെ എന്തൊരാളായത്. എന്തായാലും ഫ്രണ്ടിലായിട്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു കിടിലം ഭൂപടം അങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ്. അത് ഫുള്ളായിട്ട് ഒറ്റ ലൈറ്റിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ സംഭവമല്ല. കുറച്ച് കളർഫുള്ളാക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തള്ളാണ്. ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ ഭയങ്കര സ്ലോ ആണ് ടിക്കറ്റ് കൗണ്ടർ. ഗൈസ്, അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും. ഭയങ്കര ഡിലേ കേട്ടോ. 2-3 കൗണ്ടറുണ്ട്, 1 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭയങ്കര പരാജയമായി ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ. അതിനുശേഷം നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയിരിക്കുക. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഈ കാണുന്ന സംഭവമാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കയറി നോക്കാം. ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രീറ്റിങ്സിൻ്റെ രൂപത്തിലുള്ള ഒരു ഫ്രെയിമാണ്. ഒരുപാട് ആൾക്കാർ അതിൽ വന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സംഭവം വെറൈറ്റി ആണ് കേട്ടോ. ഈ കാണുന്നതിൻ്റെ ഫീൽ വേറെ ഒന്നാണ്. അത് മഞ്ഞ് വീണിട്ട് അവിടെ ഇങ്ങനെ കുമ്മിൾ പൊങ്ങി നിൽക്കുന്ന കണക്കുള്ളൊരു ഫീലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സൂപ്പർ. ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ.
ഇനി നമ്മൾ നടന്ന് കയറാനായിട്ട് പോകുന്ന ഒരു വലിയ ഗുഹ കണക്കുള്ള സംഭവമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കയറി വന്നത് ശരിക്കും ഇത് ഗുഹയല്ല, ഇതൊരു പാമ്പാണ് കേട്ടോ. പാമ്പിൻ്റെ അകത്തൂടെ വരുന്ന കണക്കാണ്. വെളി ഇറങ്ങിയപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്. ആ പാമ്പെങ്കിൽ പാമ്പ്. ഓക്കെ, ഇതിനകത്ത് മരങ്ങളിലും മൊത്തവും അടിപൊളിയായിട്ട് ഇങ്ങനെ ലൈറ്റ് അലങ്കരിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. നൈറ്റ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതേപോലെ സൈഡിലായിട്ട് ഒരുപാട് അനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി പോവാണ്. സൗത്ത് സാൽ പഹലെ റാഫി സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു വലിയ സംഭവമായിട്ടാണ് അവർ തുടങ്ങിയത് കേട്ടോ. അടിപൊളി പരിപാടി ആയിരിക്കണം. മൊത്തം നല്ല പഴയകാല ഹിന്ദി പ്രത്യേകം പാടി ഉറപ്പിച്ച കിടിലം പാട്ടുകളുടെയൊക്കെ ഒരിതാണ്. ഇവിടെ ഫുള്ളായിട്ട് ഈ മ്യൂസിക് ഓടുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് വിഷയം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് ബാക്കിയുള്ള സംഭവങ്ങൾ കാണാം. അവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, പരിപാടി കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ച് കഴിഞ്ഞു ഒന്ന്. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഫ്ലവർ കൂടെ നിറച്ചിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഇവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത് തോന്നുന്നു. എല്ലാ ഏരിയയിലും അടിപൊളിയായിട്ടുള്ള ഫ്ലവറുണ്ട്. പല ഡിസൈനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് കണ്ടോ ഒരു ശംഖിൻ്റെ സംഭവമാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഡൗട്ട് അടിച്ചത് ശംഖാണോ ഇന്ത്യയാണോ. എന്തായാലും കൊട്ടാരം സൂപ്പറായിട്ട് തിളങ്ങി നിൽക്കുക കേട്ടോ.
എല്ലാ സ്ഥലത്തും മാക്സിമം ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി ഒരുപാട് കിട്ടുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചെടികളോട് ചേർത്ത് ലൈറ്റുകളൊക്കെ വെച്ചേക്കുണ്ടല്ലോ, സൂപ്പർ ആയതെന്ന് പറയാം. വരുന്നവർക്കൊക്കെ നല്ല കീട്ടിലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കുറേ ഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് 2 ഡോൾഫിൻ്റെ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാളുണ്ട്. ഈ സ്റ്റാളിൽ മൊത്തവും ബോൺസായി മരങ്ങൾ, അതായത് കുള്ളൻ മരങ്ങളുടെ ഒരു ഏരിയ ആണ്. ഈ കാണുന്ന 2 വെറൈറ്റി ടൈപ്പ് ആലാണ്. ഇതിൽ അങ്ങേയറ്റത്തായിട്ട് കാണുന്നത് നമ്മുടെ സാധാ ആലാണ്. ഏകദേശം 40 വർഷം പഴക്കമുള്ളതാണ് ഈ ഒരു ആല്. അതുപോലെ തന്നെ ഈ കാണുന്നത് പേരാലെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ്. ഏകദേശം 35 കൊല്ലം കുറയാതെ പഴക്കമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സാധാരണ കാണുന്ന പുളി, ഇതുണ്ടോ, ഈ പുളിയുടെയൊക്കെ പഴക്കമെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്നതിനെക്കാട്ടി പഴക്കമുള്ള പുളികളായിരിക്കാം. എന്തായാലും കാണാൻ ഭയങ്കര ലുക്ക് തന്നെ കേട്ടോ. അങ്ങനെ അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഈ ഒരു സ്റ്റാളിൻ്റെ അങ്ങേ അറ്റം വരെ കാണുന്നുണ്ട്. ഇത്രയും നേരം കണ്ടുവന്നതിൽ വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സെക്ഷനാണിത്. ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് പോകുമായിരുന്നു. അമ്പലങ്ങളിലെ സൈഡിലൊക്കെ കാണുന്ന ടൈപ്പ് ആല് നോക്കി. ഇത് ഏകദേശം ഒരു 10-30 കൊല്ലമെങ്കിലും പഴക്കം വരും, അല്ലാതെ ഇത്രയും വലിപ്പത്തിൽ വരത്തില്ല. ഇതിങ്ങനെ വെട്ടിയാണ് ഇതിനെ ഈ പരുവത്തിൽ നിർത്തിയിരിക്കുന്നത്. ഇത്രയും നേരം ഇവിടെ മ്യൂസിക് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനെക്കൊണ്ട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഫ്ലേവറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപാട് വെറൈറ്റി ടൈപ്പ് പൂക്കൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ചെടികളായിട്ടും അല്ലാതെയൊക്കെ ഉണ്ട്. സൂര്യകാന്തി, പക്ഷേ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ഓട്ടിച്ചങ്ങ് പോവാം. പിന്നെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കൊട്ടാരത്തിനകത്ത് നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഏരിയ തന്നെയാണ്. കേസ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ടിലാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന ഒരു പായസക്കടയാണ്, മക്കാച്ചിയുടെ പായസക്കട. അവർക്കൊരു സ്റ്റാളുണ്ട്. അതുപോലെ ഇവിടെ കുറേ സ്റ്റാളുകൾ ഞാൻ അങ്ങോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫസ്റ്റ് ഡേ ആയതിനെ കൊണ്ടായിരിക്കും അധികം ഇതിലൊന്നും ഫുഡ് കോർട്ടുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. ഇനിയിപ്പോൾ നാളേക്ക് ഇതിലോട്ടൊക്കെ സംഭവം വരുമായിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ കാണുന്ന മൊങ്കിൻ്റെ ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ എടുത്ത് കണക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തോടു കൂടി ക്രിസ്മസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ന്യൂ ഇയർ പ്രോഗ്രാമുമായിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് തിരക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഡെയിലി കിടിലം പരിപാടികളായിരിക്കും. നിശാഗന്ധിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്രയും ആൾക്കാരെ കൊള്ളാനായിട്ടുള്ള സ്ഥലം ഈ നിശാഗന്ധിയിലുണ്ട്. അത്രയും വലിയൊരു ഓഡിറ്റോറിയം തന്നെയാണ്. 11:30 മണിയായപ്പോൾ ഇവിടുത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടോ. പരിപാടി കഴിഞ്ഞതായിട്ട് കാണിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ആർക്കും ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ വേണ്ടി കിടിലം പരിപാടിയാണ് ഒരുക്കിയിട്ടുള്ള. എല്ലാവരും വരിക, കാണുക, ആഘോഷിക്കുക.